ആദാമേ നീ എവിടെ? ദൈവം കരഞ്ഞപ്പോൾ ദൂതന്മാർ ചോദിച്ചു, ഈ ദൈവത്തിന് എന്നാ പറ്റി? ഈ ദൈവത്തിന് എന്നാ? ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇത്ര വരുത്. അവനോട് പോയി എന്തൊക്കെ ഭൂമി ദൈവം ചെയ്യാൻ പോകുന്നത് ദൈവം നമ്മളെടുത്ത് എപ്പോഴെങ്കിലും പറഞ്ഞു? വല്ല പട്ടണത്തെയും ദൈവം നശിപ്പിക്കുമ്പോൾ ദൈവം ദൂതാ ഇങ്ങ് വാ, ഗബ്രിയേലേ വന്ന് എൻ്റെ അടുത്തിരിക്കുക, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ദൈവം എപ്പോഴെങ്കിലും പറഞ്ഞില്ല. ദൈവം അബ്രഹാമിനെ നോക്ക്, മോശയോട് നിന്ന് സംസാരിക്കുന്ന നിപ്പ് നോക്ക്. അന്ന് ദൂതന്മാർ പറഞ്ഞു, നമ്മോട് ആരെങ്കിലും ദൈവം എങ്ങനെ സംസാരിച്ചു? നമ്മളെയൊക്കെ മാറ്റിയല്ലേ നിർത്തിയിരിക്കുന്നത്. എന്നാൽ മോശയുടെ അടുക്കൽ ആ പാറയുടെ പിളർപ്പിൽ കയറ്റി നിർത്തി ദൈവം സംസാരിക്കുന്ന എല്ലാം സഹിക്കാം. ഈ വേഷത്തിൽ ദൂതനായി ദൈവം വെളിപ്പെട്ടോ? ഇല്ലല്ലോ. ദൈവം വേഷത്തിൽ മനുഷ്യനെ വെളിപ്പെട്ടപ്പോട്ട് ആ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഈ മാസ്റ്റർ പ്ലാൻ ഓഫ് സാൽവേഷനിലേക്ക് ദൂതന്മാർ കുനിഞ്ഞു നോക്കുക. ഇപ്പൊടിയിൽ നിന്ന് എടുത്ത മനുഷ്യൻ, ഈ ചേറും വെള്ളവുമായ ഈ മനുഷ്യൻ, എവന് വേണ്ടി ദൈവം ചെയ്യാത്തതൊന്നുമില്ല. മാത്രമല്ല, വിലയേറിയ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവനെ മുദ്രയിട്ടയ്ക്കുക. വിലയേറിയ പരിശുദ്ധാത്മാവിനെ അവന് കൊടുത്ത് അവൻ ചതഞ്ഞ ഓടയെപ്പോലെ, പുകയുന്ന തിരി പോലെ ആകാതെ ദൈവം അവനെ സംരക്ഷിക്കുക. അവന് വേണ്ടി ദൈവം ചെയ്യാത്തതൊന്നുമില്ല. ദൂതന്മാർ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ദൂതന്മാരോട് ദൈവം പറയും, സ്തോത്രം, എനിക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ്. ഞാൻ നിർത്തി. സറാഫുകളെക്കാൾ കെരൂബുകളോടുള്ളതിനേക്കാൾ കൊടാനുകൊടി ദൂതന്മാരുണ്ട്, എത്രയോ വിഭാഗങ്ങളുണ്ട്. അവരോട് ആരോടുമില്ലാത്ത ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ് നിനക്ക്. അതുകൊണ്ടാണ് ദൈവം വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് അവൻ അടിക്കപ്പെട്ടത്, അവൻ തകർക്കപ്പെട്ടത്, നിങ്ങൾക്ക് വേണ്ടി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. ഒരു ദൂതന് വേണ്ടി അവൻ വാ തുറന്നിട്ടില്ല, പക്ഷെ നിനക്ക് വേണ്ടി 24 മണിക്കൂറും വാദിച്ചിട്ടിരിക്കുന്നത്.